ആഡ്രിയൻ റിച്ചിന്റെ ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ എന്ന പ്രശസ്തമായ പ്രസംഗത്തിന്റെ ഒരു ലഘുവിവരണമാണ് ഇവിടെ നൽകുന്നത്. ആഡ്രിയൻ റിച്ച് വാസ് എ ഫേമസ് പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. കവി, എസ്സേയിസ്റ്റ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധയാണ് ആഡ്രിയൻ റിച്ച്. അവർ സ്വയം വിശേഷിപ്പിച്ചത് എ വുമൺ, ലെസ്ബിയൻ ആൻഡ് ഫെമിനിസ്റ്റ് എന്നാണ്. ഐ ആം എ വുമൺ, ലെസ്ബിയൻ ആൻഡ് ഫെമിനിസ്റ്റ്. ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്താണ് അവരുടെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത്, എ ചേഞ്ച് ഓഫ് വേൾഡ്. 1951 അതിന് യെയിൽ സീരീസ് ഓഫ് യങ്ങർ പോയറ്റ്സ് അവാർഡ് ലഭിക്കുകയുണ്ടായി. അവാർഡ് ജൂറി അതിന്റെ തലവൻ W.H. ഓഡൻ എന്ന പ്രശസ്ത കവിയായിരുന്നു. അവരുടെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് ദ ഡയമണ്ട് കട്ടേഴ്സ്. അതുപോലെ എൻ അറ്റ്ലസ് ഓഫ് ദ ഏർലി വേൾഡ്, ദ സ്കൂൾ അമംഗ് ദ റൂയിൻസ്, ടുനൈറ്റ് നോ പോയട്രി വിൽ സെർവ് തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു. ആഡ്രിയൻ റിച്ചിന്റെ മറ്റൊരു പ്രശസ്ത ഗ്രന്ഥമാണ് ദ ഡ്രീം ഓഫ് എ കോമൺ ലാംഗ്വേജ്. സ്ത്രീകൾക്ക് ഒരു പൊതു ഭാഷയെ കുറിച്ചാണ് അതിൽ അവര് വാദിക്കുന്നത്. ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ഡഗ്ലസ് കോളേജ് ഒരു വിമൻസ് കോളേജാണ് ഡഗ്ലസ് കോളേജ്. അവിടെ നടത്തിയ അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് മുമ്പിൽ ചെയ്ത ഒരു പ്രസംഗമാണ് ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് എ കോൺവക്കേഷൻ അഡ്രസ്. ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് അവർ ഈ പ്രസംഗം നടത്തിയത്. അത് ദ കോമൺ വുമൺ എന്ന മാഗസിനിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഓൺ ലൈസ്, സീക്രട്സ് ആൻഡ് സൈലൻസ്, സെലക്ടഡ് പ്രോസ് എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി നമുക്ക് അവരുടെ പ്രശസ്തമായ വീക്ഷണങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ആഡ്രിയൻ റിച്ച് തന്റെ പ്രസംഗം രണ്ടായി വിഭജിക്കുന്നു. ആദ്യത്തെ ഭാഗം ഡഗ്ലസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കുറിച്ചുള്ള ചില ചിന്തകളാണ്. ഡഗ്ലസ് കോളേജിൽ മാത്രമല്ല, പൊതുവെ വിമൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് ഉള്ള ചില ചിന്തകളാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുപോലെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗം വിമൻസ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചാണ്. അവർ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെയാണ് തൻ്റെ പ്രസംഗത്തിൽ സംസാരിക്കുന്നത്. ആദ്യമായി അവർ പറയുന്നു, വിദ്യാർത്ഥികളും എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനികളെയാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥിനികളും അധ്യാപകരും തമ്മിൽ ഒരു കരാർ
ഉണ്ടായിരിക്കണം എന്നാണ്. An ethical and intellectual contract between teacher and students. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ധാർമ്മികവും ബുദ്ധിപരവുമായ ഒരു കരാർ, an ethical and intellectual contract ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം വളരെ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ അങ്ങനെയൊരു കോൺട്രാക്റ്റ് വേണം എന്നാണ്. കാരണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേവലം കുട്ടികളെ ഡിഗ്രി പാസ്സാക്കുക, കുറച്ച് ഗ്രേഡ് നൽകുക, അതിനപ്പുറമാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്നാണ് അവർ പറയുന്നത്. There should be an ethical and intellectual contract between students and teachers. പ്രസംഗത്തിന്റെ ടൈറ്റിൽ ദ ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ എന്നാണ്. ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ, അതുപോലെ റിസീവിംഗ് ആൻ എഡ്യൂക്കേഷൻ, ഈ രണ്ട് പദങ്ങളും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വ്യക്തമാക്കുന്നു. ക്ലെയിമിംഗ് ആൻഡ് റിസീവിംഗ്. ഡിക്ഷണറി മീനിങ്സ്, ഈ രണ്ട് വാക്കുകളുടെയും ഡിക്ഷണറി മീനിങ്സിലേക്ക് അവർ കടക്കുന്നു. റിസീവിംഗ് എഡ്യൂക്കേഷൻ, അതുപോലെ ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ. റിസീവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഇല്ല. അവര് വിദ്യ നേടുന്നു, പക്ഷെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എഫേർട്ടോ ഗൗരവമോ ഒന്നും കൽപ്പിക്കാതെയാണ് ആ വിദ്യാഭ്യാസം. റിസീവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവത്തിൽ വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. റിസീവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാസീവായ ഒരു കാര്യമാണ്. അതേസമയത്ത് ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവായ ഒരു സംഭവമാണ് എന്നാണ്. റിസീവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി അവിടെ ഒന്നും പ്രത്യേകിച്ച് ബോധപൂർവമായ ഒരു പരിശ്രമവും നടത്തുന്നില്ല, മറിച്ച് ദേ ആക്ട് ആസ് എ കണ്ടെയ്നർ ഓർ റിസെപ്റ്റക്കിൾ. ഒരു പാത്രം പോലെ പ്രവർത്തിക്കുന്നു. പാത്രത്തിൽ ഇങ്ങനെ വിദ്യ നിക്ഷേപിക്കുന്നു അധ്യാപകർ. അതേസമയത്ത് ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയിട്ട് ഒരു 100 വർഷങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ എന്നാണ്. അതിനു മുമ്പേയുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. ഒരുപാട് സമരങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു അവകാശം സ്ത്രീകൾ നേടിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾ കൂടുതൽ ഗൗരവം കൽപ്പിക്കേണ്ടതാണ്. പൂർവികർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലെയിമിംഗ് ആൻ എഡ്യൂക്കേഷൻ അതായിരിക്കണം ലക്ഷ്യം. അടുത്തതായി ആഡ്രിയൻ റിച്ച് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ചില ദൗർബല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് പറയുന്നത് ടോട്ടൽ എറേഷ്യൂർ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് തോട്ട് ഫ്രം ദ കറിക്കുലം. കറിക്കുലം എന്ന് പറഞ്ഞാൽ സിലബസിൽ നിന്ന് സ്ത്രീകളുടെ അനുഭവവും ചിന്തകളുമെല്ലാം സിലബസിന് പുറത്താണ്. അതുപോലെ എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ആസ് മെമ്പേഴ്സ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി. ഉയർന്ന അക്കാദമിക് കമ്മിറ്റികളിൽ നിന്നുള്ള സ്ത്രീകൾ പുറത്താണ്.
എല്ലാം തീരുമാനിക്കുന്നത് പുരുഷനാണ്. പുരുഷന്റെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. ടോട്ടൽ എറേഷ്വർ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് തോട്ട് ഫ്രം ദ സിലബസ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. കാരണം സ്ത്രീകളുടെ അനുഭവങ്ങൾക്കോ ചിന്തകൾക്കോ ഒന്നും തന്നെ ഒരിടം ഇന്നും കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഡഗ്ലസ് കോളേജ് എന്ന് പറയുന്നത് ഒരു വിമൻസ് കോളേജാണ്. എന്നാൽ ഡഗ്ലസ് കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഡഗ്ലസ് കോളേജും പ്രവർത്തിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പുരുഷന്മാർ നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റി ആണ്. അപ്പോൾ ഡഗ്ലസ് കോളേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർ എ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ മെൻ. പുരുഷന്മാർ നിയന്ത്രിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഡഗ്ലസ് കോളേജ്. ഡഗ്ലസ് കോളേജ് വിമൻസ് കോളേജ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതേസമയത്ത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റിന് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറൊക്കെ പുരുഷന്മാരാണ് അതിൽ ഗണ്യമായ ഒരു വിഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികൾ അവർ കോളേജുകളിൽ വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും അധ്യാപകരുടെ ക്ലാസ്സുകളാണെങ്കിലും എല്ലാം പുരുഷന്മാരുടെ ചിന്തകളാണ് പുറത്തു വരുന്നത്. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഒരു ദൗർബല്യം, ഡിവാസ്റ്റേറ്റിംഗ് വീക്ക്നെസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന ചരിത്രമൊന്നും ശരിയായ ചരിത്രമല്ല, പുരുഷന്റെ വീക്ഷണത്തിലുള്ള ഒരു ചരിത്രമാണ് പഠിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, എന്ത് ഗ്രേറ്റ് ഇഷ്യൂസ്, മേജർ ടെക്സ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മഹത്തായ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, മഹത്തായ ഗ്രന്ഥങ്ങളെ കുറിച്ച്. എന്നാൽ ഈ മഹത്തായ ഗ്രന്ഥങ്ങൾ ആരാണിത് തീരുമാനിച്ചത്? മഹത്തായ ഗ്രന്ഥങ്ങളാണെന്ന് പുരുഷന്മാരാണ് തീരുമാനിച്ചത് എന്നാണ്. സ്ത്രീകൾക്കതിൽ യാതൊരു റോളുമില്ല. അതുപോലെ ഗ്രേറ്റ് ഇഷ്യൂസ്, വലിയ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ കണ്ണിലെ വലിയ ഇഷ്യൂസ് ആണ്. അതുപോലെ തന്നെയാണ് ദ മെയിൻ സ്ട്രീം ഓഫ് വെസ്റ്റേൺ തോട്ട്, പാശ്ചാത്യ ചിന്തയുടെ മുഖ്യധാര എന്ന് പറയുന്നത് പുരുഷനാണ്, അല്ലാതെ സ്ത്രീയല്ല. അതുപോലെ ബ്ലാക്ക് ആൻഡ് അതർ മൈനോറിറ്റി പീപ്പിൾ, കറുത്തവരും ന്യൂനപക്ഷങ്ങളും, ഇവരുടെ എല്ലാ അനുഭവങ്ങളും സിലബസിന് പുറത്താണ്. ആഡ്രിയൻ റിച്ച് കുറെ പുസ്തകങ്ങൾ പരാമർശിക്കുന്നു. ചില പുസ്തകങ്ങളുടെ ടൈറ്റിൽ, ആ ടൈറ്റിൽസ് കണ്ടാൽ അറിയാം നിറഞ്ഞു നിൽക്കുന്നത് പുരുഷനാണ് എന്ന്. ദ ഡിസെന്റ് ഓഫ് മാൻ, മാൻ ആൻഡ് ഹിസ് സിംബൽസ്, ഇറേഷണൽ മാൻ, ദ ഫിനോമിനൺ ഓഫ് മാൻ, ദ ഫ്യൂച്ചർ ഓഫ് മാൻ, മാൻ ആൻഡ് ദ മെഷീൻ, ഫ്രം മാൻ ടു മാൻ, മേ മാൻ പ്രിവെയിൽ, മാൻ, സയൻസ് ആൻഡ് സൊസൈറ്റി, ഫോർ വൺ ഡയമെൻഷണൽ മാൻ. ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് മാൻ, പുരുഷന്റെ ചിന്തകളാണ് എവിടെയും കാണുന്നത് എന്നാണ്. അതേസമയത്ത് മനുഷ്യവർഗത്തിന്റെ പകുതിയോളം വരുന്ന സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുന്നു. അടുത്തതായി ആഡ്രിയൻ റിച്ച് പറയുന്നത് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. അത് തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആയിട്ടില്ല. ലെസ് ദാൻ എ ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 years, 10 വർഷം പോലും ആയിട്ടില്ല ഈ കോഴ്സ് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും ഇന്ന് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നിലവിൽ വന്നതോടുകൂടി തന്നെ അതിനെതിരെ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. പല വിമർശനങ്ങളും ഉണ്ട്. ഒന്ന് അൺസ്കോളർലി എന്ന് പറയാൻ വേണ്ടത്ര നിലവാരമില്ല, സ്റ്റാൻഡേർഡ് ഇല്ല. ഗ്രൂപ്പ് തെറാപ്പി, ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് ഇത്. അതുപോലെ ഫാഡിസം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് ഫാഷൻ എന്നാണ്. ഇതൊക്കെ ഒരു ഫാഷൻ ആണ് ഈ വിമൻ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ പല ആക്ഷേപങ്ങളും
അതേസമയത്ത് വിമൻ സ്റ്റഡീസ് കോഴ്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ചരിത്രത്തെ ഒക്കെ ഒരു സ്ത്രീ വീക്ഷണത്തിൽ കാണാൻ സാധിക്കുന്നു. ചരിത്രത്തെക്കുറിച്ചും മറ്റും പുതിയ ഒരു ഉൾക്കാഴ്ച നൽകുന്നു. മറ്റ് വിഷയങ്ങളിലെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ തിരിച്ചറിയാനും എല്ലാം ഈ കോഴ്സ് അവരെ പ്രാപ്തരാക്കുന്നു എന്നാണ് അഡ്രിയൻ റിച്ച് പറയുന്നത്. പിന്നീട് ആഡ്രിയൻ റിച്ച് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നു. എന്താണ്? ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ സെൽഫ്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാർ ആശ്രയിക്കുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല എന്നാണ്. ദേ ഹാവ് ടു ബി അവൈലബിൾ ടു അതേഴ്സ് ഓൾവേസ്. സ്ത്രീകൾക്ക് അവരോട് തന്നെ ഉള്ള ഉത്തരവാദിത്വം ആണ് പ്രധാനം എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വമല്ല, അവർക്ക് അവരോട് തന്നെയുള്ള ഉത്തരവാദിത്വം. സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ ഒരുപാട് വർക്കുള്ളപ്പോൾ മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ, പേരൻസിൻ്റെ, ബ്രദറിൻ്റെ, ഇങ്ങനെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സ്ത്രീക്ക് കഴിയില്ല. കാരണം ഷീ ഹാസ് ഹെർ ഓൺ വർക്ക് ടു ഡു. ഷീ ഡസ് നോട്ട് ഹാവ് ഇനഫ് വർക്ക് ടു കംപ്ലീറ്റ് ഹെർ വർക്ക്. അതുകൊണ്ട് ഉത്തരവാദിത്തം മറ്റുള്ളവരോടല്ല, സ്വയമാണ് എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. കാരണം സ്ത്രീ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അതിന് പറ്റിയ ചില മോഡലുകളെയും സമൂഹം അവതരിപ്പിക്കുന്നു. സ്ത്രീകൾ പിന്തുടരേണ്ട മാതൃകാ വനിതകളായിട്ട് ചിലരെയൊക്കെ അവതരിപ്പിക്കും. ഭർത്താവിന് വേണ്ടി സ്വന്തം സുഖങ്ങൾ ത്യജിച്ച സ്ത്രീകളെയൊക്കെ ആയിരിക്കും മാതൃകാ വനിതകളായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ആഡ്രിയൻ റിച്ച് ഒരു ഇത്തരം കഥകളുണ്ട്. ചില സ്ത്രീകളെ മാതൃകാ സ്ത്രീകളായിട്ട് അവതരിപ്പിക്കുന്നത്. എങ്ങനെയുള്ള സ്ത്രീകളാണ്? സെൽഫ് ഡിനൈങ് വൈഫ്സ്. എല്ലാ സുഖങ്ങളും സ്വയം നിഷേധിച്ച് ഭർത്താവിന് വേണ്ടിയൊക്കെ ജീവിക്കുന്ന സ്ത്രീ, സെൽഫ് ഡിനൈങ് വൈഫ്. അതുപോലെ സെൽഫ് ഡിനൈങ് മദർ, മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന അമ്മ. ഇത്തരം ചില മോഡലുകൾ സമൂഹം അവതരിപ്പിക്കും സ്ത്രീക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണമാണ് പിന്നെ ഈ ശീലാവതി എന്ന് പറയുന്ന നമ്മുടെ ഒരു ലെജൻഡ്, ചാരിത്ര ശുദ്ധിയുടെ ഒക്കെ പ്രതീകമായി, പാതിവൃത്യത്തിന്റെ പ്രതീകമായ ഒരു സ്ത്രീയാണ് ശീലാവതി എന്ന സ്ത്രീ. കുഷ്ഠരോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിച്ച് സ്വന്തം സുഖങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ. ഭർത്താവാകട്ടെ വളരെ ദുർവൃത്തനായ ഒരു ആളായിരുന്നു. ഒരു ദിവസം ഭർത്താവ് അവളോട് പറയുന്നു തന്നെ വേശ്യാലയത്തിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഭർത്താവിനെയും താങ്ങി വേശ്യാലയത്തിൽ കൊണ്ടുപോകുന്ന, കാരണം ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കലാണ് തന്റെ കടമ എന്ന് കരുതുന്ന സ്ത്രീ. അപ്പൊ ഇത്തരം ശീലാവതിമാരെ എല്ലാ സംസ്കാരങ്ങളിലും കാണാം എന്നാണ്. അതുപോലെ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരുടെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ കരുതുന്ന സ്ത്രീകളുണ്ട്. വീട്ടിലാണെങ്കിലും. കാരണം തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും മിണ്ടാതെ സഹിക്കുന്ന സ്ത്രീകൾ. അവരാണെങ്കിൽ വളരെ ഇന്റലിജന്റായ സ്ത്രീകളായിരിക്കും. പക്ഷേ ആ ഇന്റലിജൻസ് എല്ലാം മറച്ചു വെച്ച്, കാരണം പുരുഷന്മാരുടെ ഇടയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ തീരുമാനങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് തന്നെ തെറ്റിദ്ധരിക്കുമോ, തൻ്റെ സ്ത്രീത്വത്തിന് പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ഒരു പേടി സ്ത്രീകൾക്കുണ്ട് എന്നാണ്. They deny their intelligence in order to seem more feminine എന്നാണ് പറയുന്നത്. അതുപോലെ ആഡ്രിയൻ റിച്ച് പറയുന്നു, സ്ത്രീകൾ ഒരിക്കലും തന്നെ സ്വന്തം അഭിപ്രായം പറയാൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല എന്നാണ്. ഡോണ്ട് ലെറ്റ് അതേഴ്സ്
ഡു യുവർ തിങ്കിങ്, ഡു യുവർ ടോക്കിംഗ്. സ്വന്തമായിട്ട് വായ തുറക്കാതെ മറ്റുള്ളവര് അവർക്ക് വേണ്ടി പറയുക, ചിന്തിക്കുക, ഇത് ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ ദേ ഷുഡ് വർക്ക് ഹാർഡ്, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ അഡ്രിയൻ റിച്ച് പറയുകയാണ്, സ്വന്തം ശരീരത്തെ ഒരു വിൽപ്പന ചരക്കാക്കാൻ പാടില്ല. ചില സ്ത്രീകൾ സ്വന്തം ശരീരത്തെ ഉപയോഗിച്ചിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു സരിത നായർ, അതുപോലെ സിനിമയിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് അഡ്രിയൻ റിച്ച് പറയുന്നത്. കാരണം നിങ്ങൾ ശരീരത്തെ ഇതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അപകടത്തിലാകും. യുവർ മൈൻഡ് വിൽ ബി ഇൻ ഡേഞ്ചർ, മോർട്ടൽ ഡേഞ്ചർ എന്നാണ് അഡ്രിയൻ റിച്ച് പറയുന്നത്. അപ്പൊ ശരീരത്തെ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ അഡ്രിയൻ റിച്ച് പറയുന്നു, നിങ്ങളുടെ ഭർത്താവ് ആണെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുന്ന പുരുഷന്മാരെല്ലാം നിങ്ങളുടെ മനസ്സിനെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കണമെന്നാണ്. നിങ്ങളുടെ ശരീരം കണ്ട് നിങ്ങളോട് സൗഹൃദം കൂടുന്ന ആളുകളെയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ ബഹുമാനിക്കുന്ന ആളുകളോടും വേണം നിങ്ങൾ ചങ്ങാത്തം ഉണ്ടാക്കാൻ എന്നാണ് അഡ്രിയൻ റിച്ച് പറയുന്നത്. പ്രശസ്ത വുമൺ നോവലിസ്റ്റായ ചാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ എന്ന നോവലിൽ നിന്ന് അവരെ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ജെയിൻ എയർ എന്ന നോവലിലെ നായികയാണ് ജെയിൻ എയർ. അവര് ഒരു സന്ദർഭത്തിൽ പറയുന്നു, എനിക്ക് പ്രധാനം എൻ്റെ മനസ്സാണ് എന്ന രീതിയിൽ അവര് സംസാരിക്കുന്നു. ഐ ഹാവ് എൻ ഇൻവേർഡ് ട്രഷർ ബോൺ വിത്ത് മീ. ഞാൻ ജനിച്ചത് ഒരു നിധിയുമായിട്ടാണ്, അതെന്റെ മനസ്സാണ്. ലോകത്തിലെ ഏത് സുഖസൗകര്യങ്ങൾ എനിക്ക് നിഷേധിച്ചാലും ഞാൻ ഈ നിധി കൊണ്ട് സംതൃപ്തയാണ് എന്ന് പറയുന്ന ജെയിൻ എയർ എന്നുള്ള നോവലിലെ നായിക അതുപോലെ ആയിരിക്കണം സ്ത്രീകൾ പ്രതികരിക്കേണ്ടത് എന്നാണ്. അപ്പൊ അവർ റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ്, സ്ത്രീകൾ സ്വന്തത്തോട് തന്നെ, സ്ത്രീകൾ അവരോട് തന്നെ ഉത്തരവാദിത്തം കാണിക്കണം എന്ന ആശയം അവർ വിശദീകരിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും എളുപ്പ വഴികൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ഡോണ്ട് ഗോ ആഫ്റ്റർ ഈസി സൊല്യൂഷൻസ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് അഡ്രിയൻ റിച്ച് പറയുന്നത്. കാരണം അവർ എളുപ്പ വഴികൾ സ്വീകരിക്കാൻ എപ്പോഴും ശ്രമിക്കും. ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് പകരം ചിലപ്പോൾ എളുപ്പം പാസ്സാകുന്ന കോഴ്സ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി വിവാഹത്തിൽ അഭയം തേടുന്നു. അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകാൻ കഴിയാത്ത, ഡിഗ്രി പാസ്സാകുമോ എന്നുള്ള പേടി കാരണം ചിലപ്പോൾ അതിന് മുമ്പേ വിവാഹം എന്നുള്ള ആശയം ചില പെൺകുട്ടികൾ സ്വീകരിക്കുന്നു. അതുപോലെ ഗെറ്റിംഗ് പ്രഗ്നന്റ്, വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഗെറ്റിംഗ് പ്രഗ്നന്റ്. അപ്പൊ ഇത്തരം ചില കുറുക്ക് വഴികൾ സ്വീകരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കുക എന്നും കൂടിയാണ് അവര് റെസ്പോൺസിബിലിറ്റി ടു യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. യു ഷുഡ് വർക്ക് ഹാർഡ് എന്നാണ്. അപ്പൊ കഠിനമായി അധ്വാനിക്കുക, എളുപ്പ വഴികൾ സ്വീകരിക്കാതിരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റും തിരഞ്ഞെടുക്കുമ്പോൾ യുവർ ഹസ്ബൻഡ്, യുവർ ലവേഴ്സ്, റൂംമേറ്റ്സ്, ടീച്ചേഴ്സ്, ലവേഴ്സ്, ചിൽഡ്രൻ, ഇവരെല്ലാം തന്നെ നിങ്ങളെ ബഹുമാനിക്കുന്ന, ദേ ഓൾ ഷുഡ് റെസ്പെക്ട് യുവർ സെൻസ് ഓഫ് പേർപ്പസ്. നിങ്ങളുടെ ലക്ഷ്യബോധത്തെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളെ നിങ്ങളുടെ സുഹൃത്തുക്കളെ, ലവേഴ്സും ഒക്കെ ആക്കുക എന്നാണ്. അപ്പോൾ സ്ത്രീകൾ ഇന്ന് എല്ലാറ്റിനും ധൈര്യം കാണിക്കുന്നു.
വിമൻ എവരിവെയർ ആർ ഫൈൻഡിങ് ദ കറേജ് ടു ഡു ദിസ്. ദ കറേജ് ടു ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാകാനുള്ള ഒരു കറേജ് സ്ത്രീ കാണിക്കണം. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതിന് പകരം ദ കറേജ് ടു ബി ഡിഫറൻറ്റ്. പണ്ട് കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു കറേജ് കാണിച്ചിട്ടുണ്ട്. ദ കറേജ് ടു ബി ഡിഫറൻറ്റ്. അപ്പൊ അതിനുശേഷം പിന്നെ അധ്യാപകരെ സംബന്ധിച്ച് വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് ചില ചിന്തകളാണ് പിന്നീട് അവർ പറയുന്നത്. കാരണം വിദ്യാർത്ഥിനികൾ എപ്പോഴും അധ്യാപകർ തങ്ങളെ സീരിയസ് ആയി എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ചില ടീച്ചേഴ്സ് പെൺകുട്ടികളെ അത്ര ഗൗരവത്തിൽ എടുക്കാറില്ല. കാരണം പലപ്പോഴും അവരുടെ ഒരു മാരേജ് അങ്ങനെ അതിലൊക്കെ അവസാനിക്കുന്നു സ്ത്രീകളുടെ ജീവിതം. സോ ദ സ്റ്റുഡൻസ്, the girls should ensure that their teachers take them seriously. അതാണ് അവർ പറയുന്ന ഒരു കാര്യം. കാരണം പ്രൊഫസർമാർ തന്നെ വിമൻസ് കോളേജുകളിൽ പഠിപ്പിക്കുന്നത് ഒരു തരം കുറച്ചിലായിട്ട്, അന്തസ്സിന് നിരക്കാത്തതായിട്ട്, എ സെക്കൻഡ് റേറ്റ് കരിയർ, രണ്ടാം തര ഏർപ്പാടായിട്ടൊക്കെ കരുതുന്ന പ്രൊഫസർമാർ ഉണ്ട്. അതുപോലെ സ്വന്തം വിദ്യാർത്ഥിനികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്ന അധ്യാപകരെയും പ്രൊഫസർമാരും ഉണ്ട് എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് അവർ യെയിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു കേസിനെ കുറിച്ച് പറയുന്നു. ഒരു പറ്റം സ്ത്രീകൾ യൂണിവേഴ്സിറ്റിക്കെതിരെ പരാതി ഉന്നയിക്കുകയും അതൊരു കേസായിട്ട് നിൽക്കുകയാണ്. അലക്സാണ്ടർ വേഴ്സസ് യെയിൽ എന്ന ഒരു ലോസ്യൂട്ട്. പ്രൊഫസർമാരുടെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പറ്റം സ്ത്രീകൾ സമർപ്പിച്ചതാണ്. അപ്പോൾ സ്ത്രീകളെ വളരെ ഗൗരവപൂർവം വിദ്യാഭ്യാസത്തെ സമീപിക്കാൻ പ്രാപ്തരാക്കാൻ പ്രൊഫസർമാർ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ഫ്രീഡം, ബുദ്ധിപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും ആവശ്യമായ 3 കാര്യങ്ങൾ പ്രൊഫസർമാർ അവരെ പഠിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ, എക്സലന്റ് റൈറ്റിംഗ്. ഈ 3 കാര്യങ്ങൾ the professors should not fail to teach the most important thing, which is that clear thinking, active discussion and excellent writing are all necessary for intellectual freedom. ഇന്റലക്ച്വൽ ഫ്രീഡം, ബുദ്ധിപരമായ ഒരു സ്വാതന്ത്ര്യത്തിന്, വിമോചനത്തിന് ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങളാണ് ഇവ. ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ, അതുപോലെ എക്സലന്റ് റൈറ്റിംഗ്. ഇതിന് പെൺകുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് പ്രൊഫസർമാരുടെ കടമയാണ്. അതുപോലെ പാഠപുസ്തകങ്ങളിലും മറ്റും കാണുന്ന സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും പെൺകുട്ടികളെ പ്രാപ്തയാക്കേണ്ടത് പ്രൊഫസർമാരുടെ ഉത്തരവാദിത്വമാണ്. പിന്നീട് ആഡ്രിയൻ റിച്ച് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എന്ന കവയിത്രിയുടെ ഒരു കൊട്ടേഷൻ. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ഔപചാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത് ഫോർമൽ എഡ്യൂക്കേഷൻ കുട്ടികളിൽ അലസത ഉണ്ടാക്കുന്നു, പാസീവ് റെസിപ്പിയൻസി വളർത്തുന്നു എന്നാണ് അവർ പറഞ്ഞത്. പാസീവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നടക്കുന്നത് എന്നാണ്, നോട്ട് എൻ ആക്റ്റീവ് വൺ. പാസീവ് റെസിപ്പിയൻസി എന്ന വാക്കാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ഉപയോഗിക്കുന്നത്.
റെസിപ്പിയൻസ്, റിസീവ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. റെസിപ്പിയൻസ്, റിസീവ് എഡ്യൂക്കേഷൻ പാസീവ്ലി. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെക്കാളും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഗ്രഹിക്കാനുള്ള കഴിവ് പെൺകുട്ടികൾക്കുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാന വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതാണ്, ലോജിക്കൽ ഫാക്കൽറ്റി. ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനൊക്കെയുള്ള കഴിവാണ് സ്ത്രീകൾക്ക് ഇല്ലാത്തത്. ലോജിക്കൽ ഫാക്കൽറ്റി, അതുപോലെ ആൻഡ് ഇൻ ദ ഹയർ മെന്റൽ ആക്ടിവിറ്റീസ്. ഇത്തരം ചില ദൗർബല്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അത് ട്രെയിനിങ്ങിലൂടെ പരിഹരിക്കാവുന്നതാണ് എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. കാരണം അതൊരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് അല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ആഡ്രിയൻ റിച്ച് അവരുടെ പ്രസംഗത്തിൽ പറയുന്നത്. പ്രൊഫസർമാർ വിദ്യാർത്ഥിനികളെ സീരിയസ് ആയി എടുക്കണം. പെൺകുട്ടികൾ അത് ഉറപ്പുവരുത്തണം. ദ ഗേൾ ഷുഡ് ഡിമാൻഡ് ദാറ്റ് ദ പ്രൊഫസേഴ്സ് ഷുഡ് ടേക്ക് ദം സീരിയസ്ലി. അതുപോലെ എളുപ്പ വഴിയായിട്ട് വിവാഹം, പ്രഗ്നൻസി തുടങ്ങിയവയിൽ സ്ത്രീകൾ ആശ്രയിക്കരുത്. വിദ്യാഭ്യാസത്തെ ഗൗരവമായിട്ട് കാണണം. തങ്ങളുടെ പൂർവികർക്കൊന്നും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. പ്രൊഫസർമാർ അതിന് അവരെ സഹായിക്കണം. പെൺകുട്ടികളുടെ ഇൻബോൺ പൊട്ടൻഷ്യാലിറ്റി, ജന്മസിദ്ധമായ കഴിവുകൾ ഒരിക്കലും നശിക്കരുത്, വേസ്റ്റ് ആകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഡ്രിയൻ റിച്ച് അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. Their inborn potentialities should never be allowed to be wasted. Okay, thank you.